പ്രശാന്ത് നീലിൻ്റെ ഒരു യൂണിവേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് പടങ്ങളായിരുന്നു KGF, സലാർ, NTR. ഇതൊരു യൂണിവേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഇതിൻ്റെ എല്ലാം ഏകദേശം ഒരേ കളർ ഗ്രേഡിങ്ങിലായിരുന്നു ഒരുക്കിയിട്ടുള്ളത്. പലവരും അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ പ്രതീക്ഷിച്ചത് ഇതൊരു യൂണിവേഴ്സ് പടമാണെന്നാണ്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഗ്ലിംസും പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒരു ഒപ്പീനിയൻ ഞാൻ പറയേണ്ടെന്ന് കരുതിയിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കമൻറ്റ് വഴി ഒരാൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു റിവ്യൂ ആയിട്ട് പറയുമെന്ന്. അപ്പോൾ തന്നെ വിചാരിച്ചെന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ ഗ്ലിംസിനെ പറ്റി തോന്നിയ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാണ്. അത് തന്നെ NTR ആണ്. പുള്ളിയുടെ ആ ഒരു വർക്കൗട്ടിങ്ങും ഈ ഒരു ചിത്രത്തിന് വേണ്ടിയുള്ള എഫേർട്ടും പരിപാടികളൊക്കെ തന്നെ നേരത്തെ ഒരു സ്റ്റിൽ എന്ന രീതിയിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലെവൽ ഒരു ഭീകര ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. പുള്ളി കിഡ്ല രീതിയിൽ ഈ ഒരു ചിത്രത്തിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ വഴി കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ മേക്കിംഗ് പഴയ നമ്മൾ കണ്ടിട്ടുള്ള KGFലും സലാറിലും ഒക്കെ തന്നെ പോലെ ഓരോ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവർക്ക് ബിൽഡപ്പ് കൊടുക്കുന്നു. പിന്നെ ഫാസ്റ്റ് കട്ട് പരിപാടി, അടി ഇടി വെട്ട് കുത്ത് ആ ഒരു ടൈപ്പ് തന്നെ ആയിരിക്കാം ഈ ഒരു ഡ്രാഗൺ എന്ന ചിത്രമെന്നും ഓൾമോസ്റ്റ് ആ ഒരു ട്രെയിലർ വഴി തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഡിഫറൻറ്റ്നെസ് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് കാര്യമാണ്. ഒന്ന്, ഹീറോയിൻ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ വന്നിട്ടുള്ള പ്രശാന്ത് നീൽ പടത്തിൽ നിന്ന് ഒരു കളർ ഗ്രേഡിങ്ങിലൊക്കെ തന്നെ ചെറിയൊരു ചേഞ്ചസ് ഈ ഒരു ഡ്രാഗൺ എന്ന ചിത്രത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കാൻ വകയുള്ള പരിപാടികളൊക്കെ തന്നെ ഉണ്ടെന്ന് ആ ഒരു ഗ്ലിംസ് വഴി തന്നെ അവർ കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഗ്ലിംസ് കണ്ടപ്പോൾ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള എക്സ്പെക്ടേഷനും പരിപാടികളൊക്കെ തന്നെ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.